കാമശ്ശേരി ജന്നത്തുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം 3rd ആനുവൽ ഡേ ആനിവേഴ്സറിയുടെ ഔപചാരികമായ സ്വാഗത പ്രഭാഷണത്തിന് വേണ്ടി അസ്ലം മാസ്റ്ററെ ക്ഷണിക്കുകയാണ്, വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി. അസ്സലാമു അലൈക്കും. നമ്മുടെ ജന്നത്തുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന പിഞ്ചുമക്കളുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം നടക്കുന്നത്. ഇതും ഇതിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ നടത്തപ്പെടുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ നമ്മുടെ സ്ഥാപനം ആരംഭിച്ചിട്ട് 3 വർഷം പൂർത്തിയായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ചെറിയ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ചെറിയൊരു ഭാഗമായി നിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോഴുള്ള ലക്ഷ്യവും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങളിലും ഒരു പരിധിവരെ ഞങ്ങളൊക്കെ സംതൃപ്തരാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെയൊക്കെ കൂടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും രക്ഷിതാക്കൾ മാത്രമല്ല, രക്ഷിതാക്കളുടെ ഭാഗത്ത് അവർക്ക് സാധ്യമായതൊക്കെ അവരിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഈ നാട് മുഴുവനായിട്ട് ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട്. ഞാൻ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ ചെറിയ മക്കളാണ് ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. ഈ മക്കൾ നമ്മുടെ വീട്ടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ മടിയിലിരിക്കുന്നവരാണ്, നമ്മുടെ തോളിൽ കയറിയിരിക്കുന്നവരാണ്, ചെറിയ കുഞ്ഞു മക്കളാണ്. അപ്പൊ അവര് വ്യത്യസ്തമായ രൂപവും വേഷവും ഒക്കെ ധരിച്ച് നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോഴും നമുക്ക് വലിയ സന്തോഷങ്ങളാണ്. ഒരുപാട് ദിവസത്തെ പ്രയത്നത്തിലൂടെയാണ് ആ കുട്ടികൾ ഈ ഒരു രൂപത്തിലുള്ള പെർഫോമൻസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ കൂടെ നിന്ന പ്രധാനപ്പെട്ട നമ്മുടെ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കള് അവരുടെ സമയത്തിന്റെ നല്ലൊരു സമയം ഈ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതിനും മറ്റുമൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു സഹായങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ കോർഡിനേറ്റർ സാഹില് തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഒരുപാട് പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ളത്. ഏതായിരുന്നാലും രാവിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും വലിയ പ്രയാസവും ഉണ്ടായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. വൈകുന്നേരവും വലിയ മാറ്റങ്ങളില്ലാതെ തുടർന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ നല്ല രീതിയിൽ നടന്നു. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാഡം ആരിഫയെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷം വഹിക്കുന്നത് കാമശ്ശേരി ജന്നത്തുൽ ഉലൂം മദ്രസയുടെ വൈസ് പ്രസിഡന്റ് കരീം സാഹിബാണ്. കരീം സാഹിബിനെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാറ്റിനെയും കൂടെ നിൽക്കുന്ന മൻസൂർ സാഹിബ് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റഷീദ് PM മദ്രസ സെക്രട്ടറിയാണ്. അദ്ദേഹം ആശംസ അറിയിച്ച് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ എല്ലാമായി പ്രവർത്തിക്കുന്ന സാഹില് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രധാന അധ്യാപിക റുബീന മാഡം,
ഷാക്കിർ കാമശ്ശേരി കാമശ്ശേരി പള്ളിയുടെ സെക്രട്ടറി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ ഈ പരിസരങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളുടെ പരിപാടി കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അതേപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പേരെടുത്ത് പറയുമ്പോൾ കുറെ അധികം ആളുകളുണ്ട്, പലരെയും വിട്ടുപോവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നും ഇനിയും പല കാര്യങ്ങളിലും ഇനിയും നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളൊക്കെ സഹായവും സപ്പോർട്ടും ഉണ്ടാവണമെന്നും തീർച്ചയായിട്ടും ഇതിനോടൊക്കെ ഞങ്ങൾ നന്ദിയും കടപ്പാടുമുള്ളവരാണ് അറിയിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനിയായ വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ മാഡം, നമ്മുടെ കാമശ്ശേരി ജുമാഅത്ത് പള്ളി സെക്രട്ടറി അബ്ദുൽ സാഹിബ്, ജന്നത്തുൽ ഉലൂം മദ്രസ കമ്മിറ്റി ഭാരവാഹികളെ, അതിന്റെ ഉപസമിതിയായ അസ്മിയുടെ കമ്മിറ്റി ഭാരവാഹികളെ, ഈ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിക്കാൻ എത്തിയിട്ടുള്ള ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികളെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം ഭൗതിക വിദ്യാഭ്യാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വളർന്നു വരുന്ന കുട്ടികളെ നല്ലതായ പാന്താവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ മനസ്സിനും ശരീരത്തിനും യോജിച്ച രീതിയിൽ സമന്വയ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുകയാണെന്നതാണ് നമ്മുടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്ഥാപനം സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്താണ് ഈ സ്ഥാപനത്തിന്റെ വിത്ത് പാകി നമ്മൾ മുളപ്പിച്ചെടുത്ത് വളർച്ചയുടെ ഓരോ പടികൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തെ, അതായത് ഈ സംവിധാനത്തെ നമുക്ക് നല്ല പോലെ വളർത്തിയെടുത്ത് ഒരു വടവൃക്ഷമാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ദീനിനെയും ഭൗതിക കാര്യങ്ങളെയും നല്ല പോലെ തന്നെ തലയിലേറ്റി പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഒരു കൂട്ടം യുവാക്കളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവരെ ഈ നല്ലതായ പ്രവർത്തനത്തിന് നാഥൻ അതിൻ്റെതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് അവസരോചിതമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതലായി പറയുന്നില്ല. ഏറെക്കുറെ സ്വാഗത പ്രസംഗം തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നമ്മോട് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഇവിടുത്തെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനിയായ വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ മാഡമാണ്. അദ്ദേഹത്തോട് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ സഹായം നമുക്ക് എല്ലാ കാലത്തും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി അതാത് സമയങ്ങളിൽ ബന്ധപ്പെടുന്ന സമയത്ത് കഴിയുന്ന പരമാവധി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ മുന്നേ സൂചിപ്പിച്ച
ആരിഫ മാഡമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് അതിനു മുന്നേ പ്രാർത്ഥന. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ മാഡത്തെ ക്ഷണിക്കുന്നു. ഈ നമ്മുടെ നാട്ടിലുള്ള ഈ സ്ഥാപനത്തിന്റെ 3ാം വാർഷികാഘോഷത്തിന് സ്വാഗതം പറഞ്ഞ അസ്ലം മാസ്റ്റർ, അധ്യക്ഷൻ കരീം സാഹിബ്, അതുപോലെ ആശംസ പറയാൻ നേരത്തെ പെരിങ്കോളി കരീം സാഹിബ്, നമ്മുടെ ബാബു, സാഹിൽ, അബ്ദു, ഷാക്കിർ, അതുപോലെ നമ്മുടെ പ്രിൻസിപ്പാൾ, അതിലുപരി എന്റെ മുന്നിലിരിക്കുന്ന നല്ലവരായ എന്റെ നാട്ടുകാരെ അസ്സലാമു അലൈക്കും. പല വേദിയിലും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു വേദിയിൽ പള്ളിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ മാനസികമായിട്ടൊരു പ്രയാസം. നമ്മൾ ആദരിക്കപ്പെടേണ്ടത് നമ്മൾ ആദരിക്കുന്ന പള്ളി നമ്മൾ ആദരിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. നല്ല ബോധ്യമുണ്ട്. എന്നാലും നമ്മളൊരു 3 വർഷമായി ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിട്ട് നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനം കൂടി തന്നെയാണ്. കാരണം നമ്മൾ പല രക്ഷിതാക്കളുടെ സ്റ്റാറ്റസും നാട്ടിലെ പല പരിപാടികളും കാണാറുണ്ട്. രക്ഷിതാക്കളുടെ സ്റ്റാറ്റസും കാണാറുണ്ട്. അതായത് ഇവിടുത്തെ ടീച്ചേഴ്സ് അങ്ങേയറ്റം കഠിനാധ്വാനം തന്നെ പറയാം. ഇവിടുത്തെ ടീച്ചേഴ്സും രക്ഷിതാക്കളും ഇവിടുത്തെ സംഘാടകരും അങ്ങേയറ്റം അധികം അധ്വാനിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മികച്ച സ്ഥാപനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കാലങ്ങളായി നടന്നു വരുന്ന പല ആഘോഷങ്ങളും ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ അത് മക്കളെ പഠിപ്പിച്ചെടുത്ത് അത് പ്രാവർത്തിക മക്കളെ രക്ഷിതാക്കളെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇവരെടുക്കുന്ന എഫേർട്ട് നമ്മൾ ഈ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. എൻ്റെ അടുത്തുള്ള രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ. കാരണം എനിക്ക് അത് മനസ്സിലായപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നപ്പോൾ അവരെ നമുക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ചെറിയ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. അപ്പൊ അതനുസരിച്ച് മക്കളെ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു വരുന്നത്. നമ്മൾ രക്ഷിതാക്കളെ ഞാനടക്കമുള്ള രക്ഷിതാക്കളെ ശ്രദ്ധിക്കുന്നത് അത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതിനാണ് നമ്മൾ മുന്നിൽ കൊടുക്കുന്നത്. കുട്ടികളെ എങ്ങനെ വളർത്താനുള്ള പിതാവിനേക്കാൾ ഉപരി നമ്മൾ മാതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാനടക്കമുള്ള രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികൾ ചെറുപ്പത്തിൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ അവരെ ഒപ്പം കൂടിയിട്ട് അവരെ നല്ല മാതൃകയിൽ ഇവരെന്തുകൊണ്ടാണ് ഉദ്ദേശം വെക്കുന്നത് ആ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവര് നേരത്തെ കമ്മിറ്റിക്കാർ സൂചിപ്പിച്ചു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ വാർഡിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ കരീം സാഹിബ് സൂചിപ്പിച്ചിരുന്നു ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹായങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് 4 വർഷം വിദ്യാഭ്യാസം തോന്നണേ. ഇപ്പൊ നമുക്കറിയാം യുദ്ധം എരിപിരി കൊള്ളുന്ന ഒരു സമയമാണ്. യുദ്ധം അവിടെ നടക്കുമ്പോൾ നമ്മൾ അടുക്കളയെ ബാധിക്കാൻ തുടങ്ങി. അപ്പൊ പറയാനുള്ളത് തൊട്ടടുത്ത് പൊതുവിദ്യാലയങ്ങളുണ്ട്. ഇവിടുന്ന് എന്നാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, എന്നാണ് ഇവിടുത്തെ ഇത് പഠനം പൂർത്തിയാകുന്നത്, അതിനുശേഷം നമ്മൾ അടുത്തുള്ള ചുറ്റുപാടുള്ള പൊതുവിദ്യാലയങ്ങളെ ആശ്രയിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ ഒരു പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് 2025-26 സമസ്ത പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ നമ്മുടെ കാമശ്ശേരി ജന്നത്തുൽ ഉലൂം മദ്രസയിൽ ടോപ്പ് പ്ലസ് നേടിയ ഹന്ന ഫാത്തിമ കെ
അവർക്ക് നമ്മളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ മാഡം, ഹന്ന ഫാത്തിമ, പിന്നെ 5ാം ക്ലാസ്സിൽ തന്നെ ഫലാഹ് ഫാത്തിമ കെ ടോപ്പ് പ്ലസ്. അടുത്തത് ഫലാ ഫാത്തിമ. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മല്ല് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൽ സാഹിബ് സ്നേഹം നിറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വേദിയിലും സദസ്യനുള്ള നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമുക്കറിയാം കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു മക്കളുടെ ഈ പരിപാടി ഏറ്റവും മംഗളമായി വിജയിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. അവർ എത്രത്തോളം ആ പരിപാടി നടത്തുന്നുണ്ടോ അത് ആസ്വദിക്കുവാനും അത് കാണുവാനും രക്ഷിതാക്കളായ നമ്മൾ നിർബന്ധിതരാണ്. അപ്പോഴേ അവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. കാലം ഇന്ന് വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പിഞ്ചു മക്കൾ മൊബൈലിൽ കളിക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പല പരിപാടികളും അവർ ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കളായ നമ്മൾ അത് കണ്ട് ആസ്വദിച്ച് ആ പിഞ്ചു മക്കൾക്ക് ഒരു അനുമോദനം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു. അസ്സലാമു അലൈക്കും. അടുത്തായിട്ട് മൻസൂർ സാഹിബ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വാഴക്കാട് പഞ്ചായത്ത് ആരിഫ, അതുപോലെ തന്നെ വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, 3 വർഷം മുമ്പ് മദ്രസ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ചുറുചുറുക്കുള്ള കുറച്ച് ചെറുപ്പക്കാർ ആശയമാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം. അതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഫൈസൽ, MK, അതുപോലെ തന്നെ സാഹിൽ, ഷാക്കിർ, അസ്ലം, അതിന്റെ ഇന്ന് വരെയുള്ള മാനേജ്മെന്റ് കമ്മിറ്റി, രക്ഷിതാക്കള്, ടീച്ചർ ഇവരൊക്കെ എത്ര നമ്മള് പുകഴ്ത്തി പറഞ്ഞാലും നമുക്കത് മതിയാവില്ല. സ്ഥാപനം ഒരു പ്രതീക്ഷയുമില്ലാതെ ആരംഭിച്ച് വാനോളം പ്രതീക്ഷയോടെ നമ്മുടെ മഹലിൽ തന്നെ, വാഴക്കാട് പഞ്ചായത്ത് തന്നെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു നിലക്ക് ഈ സ്ഥാപനം ഉയർന്നിട്ടുണ്ട്. ഈ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി ഈ മുഴുവൻ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അകമഞ്ഞ സഹകരണം എന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് ഫലാഹ് ഫാത്തിമ 5ാം ക്ലാസ്സിന് നമ്മുടെ പ്രസിഡന്റ് സുബാർ.
ഇനി സാഹിൽ സാഹിബ് ആശംസ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരിക സ്വാഗത പ്രസംഗം നടത്തിയിട്ടുള്ള അസ്ലം മാസ്റ്റർ, തുടർന്ന് അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുള്ള ബഹുമാന അധ്യക്ഷൻ കരീം സാഹിബ്, നമ്മുടെ മുഖ്യാതിഥിയും ഉദ്ഘാടകയുമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ മാഡം, നമ്മുടെ നന്ദി അർപ്പിക്കാൻ പോകുന്ന, അതുപോലെ ആശംസ അർപ്പിക്കാൻ പോകുന്ന മറ്റു വ്യക്തികളെ, സമയത്തിന്റെ പരിമിതി അറിയുന്നത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ പ്രയാണം, ജനതുലുമിന്റെ പ്രയാണം തുടങ്ങി ഇന്നേക്ക് 3 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ക്ലാസ് റൂമിൽ നിന്ന്, അതല്ലെങ്കിൽ 25 മക്കളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ചെറിയൊരു സമയത്തിനുള്ളിൽ അസൂയാവഹമായിട്ടുള്ള ഈ സദസ്സിനെ സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നിൽ ഏറ്റവും അഭിമാനം ഉയർത്തിയിട്ടുള്ള ഒരു കാര്യം. അതിന്റെ എളിയ ഭാരവാഹി ആയത് ഞാൻ അഭിമാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ എല്ലാവിധ ആശംസകളും പരിപാടിക്ക് വേണ്ടി നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപഹാസം കരിക്കുന്നു. നമ്മളെ മദ്രസ സെക്രട്ടറി റഷീദ് സാഹിബ് ബാവുവിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ മാഡം, അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ കരീം സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ അസ്മിയുടെ എല്ലാമായ അസ്ലം, അതുപോലെ സാഹിൽ, ഷാക്കിർ എന്നിവരെ ഈ അവസരത്തിൽ ഞാൻ വളരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹൽ സെക്രട്ടറി അബ്ദുൽ സാഹിബ് എല്ലാവരെയും, അതുപോലെ തന്നെ രക്ഷിതാക്കളെ, നമ്മുടെ അസ്മിയുടെ 3ാം വാർഷികമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, എഫേർട്ട് എടുക്കുന്ന, പരിശ്രമിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും ഞാൻ ഈ അവസരത്തിൽ ഓരോ പരിപാടികളും അത് നടത്തിക്കൊണ്ട് പോരുവാൻ രക്ഷിതാക്കളായ നിങ്ങളുടെയും അധ്യാപകരുടെ വളരെ കഠിനമായ പ്രയത്നമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എല്ലാവിധ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സമയപരിധി മൂലം നമ്മുടെ റുബീന മിസ്, ഫൈസൽ ഇവരൊക്കെ പ്രത്യേകം അറിയിച്ചില്ല. സമയം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇനി മൊമെന്റുകൾ കൊടുക്കാറുണ്ട്. അത് അവസരവിധമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ പരിപാടിയിൽ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി അസ്സലാമു അലൈക്കും. സമയം പരിമിതമായതുകൊണ്ട് ആമുഖ ഭാഷണത്തിലേക്ക് ഒന്നും കടക്കാതെ ഞാൻ നേരിട്ട് വിഷയത്തിൽ കടക്കുകയാണ്. നമുക്കറിയാം, കുട്ടികൾ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഒപ്പന, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, കോൽക്കളി, ആകർഷകമായ നിരവധി പ്രോഗ്രാമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സമയം 9 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് ആമുഖമായി ഒന്നും പറയാതെ ഞാൻ എന്നാണ് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, എന്നിരുന്നാലും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. മരണപ്പെട്ടവരുണ്ട്, അതേപോലെ ഇന്നും ജീവിച്ചിരിക്കുന്നവർ. അവർക്ക് എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതേപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സദസ്സിന്റെ ഔപചാരികമായ നമ്മുടെ 3rd ആനുവൽ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്ത വായക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആരിഫ മാഡത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആശംസകൾ അറിയിച്ച നിരവധി പേരുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി ഈ പ്രോഗ്രാം ആക്കുന്നതിന് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ടീച്ചേഴ്സിനോട് പൂർണ്ണമായി സപ്പോർട്ട് നൽകിയ പാരന്റ്സ്, അതോടൊപ്പം ഈ നാട്ടിലെ രക്ഷിതാക്കൾ, അതേപോലെ ഈ സ്ഥാപനത്തിന്റെ അയൽവാസികൾ, ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ നിരവധി ആളുകളുടെ പേരെടുത്ത് പറയാനുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇത്രയും മനോഹരമായ സൗണ്ട് സിസ്റ്റം നമുക്ക് ലഭ്യമാക്കിയ
MA സൗണ്ട്, അതേപോലെ LED വാൾ, നിരവധി എല്ലാം ഒരുപാട് ആളുകൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുകയാണ്.